കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അടിതെറ്റി. അതും ബി.ജെ.പി അടുത്ത പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്ന യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ. ഇത് ബി.ജെ.പിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. ഇതേ തുടർന്നാണ് കേന്ദ്ര നേതൃത്വം അടിയന്തര യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തിയത്. സംസ്ഥാന ബി.ജെ.പി റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചു. സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം വളരെ ഗൗരവത്തോടെയാണ് കാണേണ്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസ്ഥാന ബി.ജെ.പി 15 പേജുള്ള സമഗ്രമായ വിശകലന റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. അയോധ്യ, അമേഠി തുടങ്ങിയ സുപ്രധാന മണ്ഡലങ്ങളിൽ പ്രത്യേക പരിശോധന നടത്തി പാർട്ടിയുടെ പ്രകടനം വിലയിരുത്തുന്നതിന് ഏകദേശം 40,000 വോട്ടർമാരിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത്. നിരന്തരമായി ഉണ്ടാകുന്ന ചോദ്യപേപ്പർ ചോർച്ച, സർക്കാർ സർവീസിലെ താൽക്കാലിക നിയമനം, ഭരണത്തിൽ ഉദ്യോഗസ്ഥരുടെ അമിതമായ ഇടപെടലുകൾ തുടങ്ങിയവ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ അതൃപ്തിക്ക് കാരണമായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എം.എൽ.എമാർക്കൊരു അധികാരവുമില്ല. ജില്ലാ മജിസ്ട്രേറ്റും ഉദ്യോഗസ്ഥരുമാണ് ഭരണം നിയന്ത്രിക്കുന്നത്. ഇത് പ്രവർത്തകർക്ക് അപമാനമായി തോന്നി. വർഷങ്ങളായി RSSും ബി.ജെ.പിയും ഒരുമിച്ച് പ്രവർത്തിച്ചാണ് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ശക്തമായ ബന്ധമുണ്ടാക്കിയത്. ഉദ്യോഗസ്ഥർക്ക് പാർട്ടി പ്രവർത്തകർക്ക് പകരമാകാനാവില്ലെന്നും ഒരു മുതിർന്ന നേതാവിനെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ മാത്രം 15 ചോദ്യപേപ്പർ ചോർച്ചകളാണ് സംസ്ഥാനത്തുണ്ടായത്. ഉന്നത സർക്കാർ ജോലികളിലെല്ലാം കരാർ ജീവനക്കാരെ നിയമിച്ചു. ബി.ജെ.പി സംവരണം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നതടക്കമുള്ള പ്രതിപക്ഷ പ്രചാരണങ്ങൾക്ക് ശക്തി പകരുന്നതായിരുന്നു ഇത്തരം നടപടികൾ. സംസ്ഥാന നേതാക്കളെ വെവ്വേറെ വിളിച്ച് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാവണം, മറ്റൊരു നേതാവ് പറഞ്ഞു. വോട്ടിംഗ് പാറ്റേണിൽ കാര്യമായ മാറ്റമുണ്ടായെന്നും റിപ്പോർട്ട് പറയുന്നു. കുർമി, മൗര്യ സമുദായങ്ങളുടെ വോട്ട് ഇത്തവണ പാർട്ടിക്ക് കാര്യമായി ലഭിച്ചില്ല. ദളിത് വോട്ടുകളിലും ഇടിവുണ്ടായി. BSP പ്രതീക്ഷിച്ച വോട്ടുകൾ പിടിച്ചില്ല. ചില മേഖലകളിൽ കോൺഗ്രസ് മികച്ച പ്രകടനം നടത്തിയതും തിരിച്ചടിയായെന്ന് റിപ്പോർട്ട് പറയുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 64 സീറ്റുകൾ നേടിയ NDA ഇത്തവണ 36 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. ഇന്ത്യ സഖ്യം 43 സീറ്റുമായി വൻ മുന്നേറ്റമാണ് നടത്തിയത്. തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം തുടങ്ങിയിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയും ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യയും കേന്ദ്ര നേതൃത്വവും ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാനത്ത് മന്ത്രിസഭാ പുനഃസംഘടന വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടതായാണ് വിവരം. അമിത ആത്മവിശ്വാസമാണ് പാർട്ടിക്ക് തിരിച്ചടിയായതെന്നാണ് മുഖ്യമന്ത്രി പാർട്ടി എക്സിക്യൂട്ടീവ് യോഗത്തിൽ പറഞ്ഞത്. എന്നാൽ പാർട്ടി പ്രവർത്തകരുടെ വികാരം മാനിക്കണമെന്നായിരുന്നു കേശവ പ്രസാദ് മൗര്യയുടെ വാദം. എല്ലാ അധികാര സ്ഥാനങ്ങളെക്കാളും വലുത് പാർട്ടിയും പാർട്ടി പ്രവർത്തകരുമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ പാർട്ടിയുടെ സ്വാധീനം വൻതോതിൽ ഇടിഞ്ഞത് ഗൗരവമായാണ് നേതൃത്വം കാണുന്നത്. മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിന്റെ കാലത്ത് ലോധ് സമുദായത്തിനിടയിൽ പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ OBC വിഭാഗത്തിനിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. 2022 തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി വൻ വിജയം നേടിയത് OBC പിന്തുണയിലാണ്. യോഗി ആദിത്യനാഥിൻ്റെ തെറ്റായ നയങ്ങൾ പിന്നാക്ക വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്ന് അകലാൻ കാരണമായി. കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ഇതിന് പരിഹാരം കാണണമെന്നും സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെടുന്നു. പടിഞ്ഞാറൻ UPയിലും കാശി മേഖലയിലുമാണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായതെന്നാണ് പാർട്ടി റിപ്പോർട്ട് പറയുന്നത്. കാശി മേഖലയിൽ ആകെയുള്ള 28-ൽ 8 സീറ്റിൽ മാത്രമാണ് ബി.ജെ.പിക്ക് വിജയിക്കാനായത്. പടിഞ്ഞാറൻ UPയിൽ 13 സീറ്റിൽ 8ഇടത്താണ് പാർട്ടി വിജയിച്ചത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ പ്രവർത്തന കേന്ദ്രമായ ഗോരഖ്പൂരിൽ 13 സീറ്റിൽ 6ഇടത്താണ് ബി.ജെ.പി വിജയിച്ചത്. അയോധ്യ, ലക്നൗ, ഫൈസാബാദ് നഗരങ്ങൾ ഉൾപ്പെടുന്ന അവധ് മേഖലയിൽ ആകെയുള്ള 16 സീറ്റിൽ 7ഇടത്താണ് ബി.ജെ.പി വിജയിച്ചത്. അതിനിടെ സഖ്യകക്ഷി നേതാക്കളും സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു. യോഗിയുടെ ബുൾഡോസർ രാജാണ് തിരിച്ചടിയായതെന്നാണ് നിഷാദ് പാർട്ടി തലവനും UP മന്ത്രിയുമായ സഞ്ജയ് നിഷാദ് പറഞ്ഞത്. അധ്യാപക നിയമനത്തിൽ പിന്നോക്ക വിഭാഗത്തെ തടഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചടിയായെന്ന് അപ്നാദൾ നേതാവ് അനുപ്രിയ പട്ടേൽ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ ജോലിയിൽ OBC വിഭാഗങ്ങളുടെ ഒഴിവ് എത്രയും വേഗം നികത്തണമെന്നാവശ്യപ്പെട്ട് അനുപ്രിയ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. അതേസമയം മോശം സ്ഥാനാർത്ഥികളെ നിർത്തിയതാണ് തോൽവിക്ക് കാരണമായതെന്നാണ് യോഗി ആദിത്യനാഥിനെ പിന്തുണയ്ക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. സീറ്റ് നൽകുന്നതിൽ മുഖ്യമന്ത്രിക്ക് പങ്കില്ല. ഭരണത്തിലും ക്രമസമാധാനം നിലനിർത്തുന്നതിലും മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന ശക്തമായ നടപടികൾ പാർട്ടിക്ക് ഗുണകരമാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹത്തിൻ്റെ സമർപ്പണവും ആത്മാർത്ഥതയും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതാണെന്നും അവർ പറയുന്നു.